കേരളത്തിൽ പുട്ട് സാധാരണ പല ഫില്ലിങ്സും വെച്ചുണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പുട്ട് പലതരത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമായതിനാൽ സ്വീറ്റ്, സ്പൈസി, നോൺ വെജ് എല്ലാ ഫില്ലിങ്സും ഇതിൻ്റെ കൂടെ പോകും. തേങ്ങ, ഏത്തപ്പഴവും തേങ്ങയും പഞ്ചസാരയും ഇല്ലെങ്കിൽ ശർക്കരയും ചേർത്ത പൈനാപ്പിൾ, മുന്തിരിയും തേങ്ങയും, അതുപോലെ തന്നെ പഴവും ശർക്കരയും. പിന്നെ നോൺ വെജിൻ്റെ കാര്യം പറയണ്ട, എല്ലാ നോൺ വെജും ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പോകുന്നു ഇതിൻ്റെ ലിസ്റ്റ്. ഹായ് ഓൾ, ഐ എം സീന. വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ പുട്ട് സോഫ്റ്റ് ആകാനുള്ള ഒരുപാട് ടിപ്സ് ഞാൻ തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണേ. ഇന്ന് നമുക്ക് പഴുത്ത ചക്ക കൊണ്ട് നല്ലൊരു ചക്കപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ പിക്ചർ ഞാൻ ഇട്ടിട്ടില്ല, ആ ക്ലിപ്പ് വിട്ടുപോയി. പുട്ടുപൊടി 2 കപ്പ്, തിരുമിയ തേങ്ങ 1 കപ്പ്, ചക്കച്ചുള അരിഞ്ഞത് 2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 1.25 കപ്പ് തൊട്ട് 1.5 കപ്പ് വരെ. പുട്ടിൻ്റെ ഈ ചക്കച്ചുള എന്ന് പറയുന്നത് വരിക്കച്ചക്കയുടെയാണ് നമ്മൾ സാധാരണ എടുക്കുന്നത് കേട്ടോ. കൂഴച്ചക്ക ഇതിനകത്ത് എടുക്കാറില്ല. പുട്ടിൻ്റെ പൊടിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പുട്ടുപൊടിയിലേക്ക് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും പുട്ടുപൊടിയിൽ ഉപ്പിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഉപ്പ് അവിടെയും ഇവിടെയും കട്ട പിടിച്ച് കിടക്കില്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയാം, കുറച്ച് വെള്ളത്തിൽ പൊടിക്ക് ആവശ്യമുള്ള ഉപ്പ് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ആ വെള്ളം ചേർക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ എല്ലായിടത്തും ഉപ്പ് ഒരുപോലെ പിടിച്ചിരിക്കും. ഇനി ഇതിന് എത്ര വെള്ളമാണ് ചേർക്കേണ്ടത്? ഓരോ ബ്രാൻഡിൻ്റെ പുട്ടുപൊടിക്കും അതിൻ്റെ വറവലിനനുസരിച്ച് വ്യത്യാസം വരും. ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും ആ ഒരു വ്യത്യാസം ഉണ്ടാവും. വെള്ളം കൂടിപ്പോയാൽ കട്ട കെട്ടും, അതുപോലെ തന്നെ പുട്ട് ഹാർഡാവുകയും ചെയ്യും. വെള്ളം കുറഞ്ഞാലോ, അതാണെങ്കിൽ വേഗാതെ വരും. അതുപോലെ തന്നെ പുട്ടിനൊരു സോഫ്റ്റ്നെസ്സും കാണില്ല. ഞാൻ വളരെ ഫ്ലെംസിയാണേ. ഞാനിവിടെ 1 കപ്പ് പൊടിക്ക് 3/4 കപ്പ് വെള്ളമാണ് ചേർത്തത്. ചില പൊടികൾക്ക് 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം തന്നെ വേണ്ടി വരും. പുട്ട് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ ആയിട്ട് നനച്ച പുട്ടുപൊടി കുറച്ച് കയ്യിലെടുത്തിട്ട് ഒന്ന് അമക്കി നോക്കുക. അത് നന്നായി ഹോൾഡ് ആവുന്നുണ്ടെങ്കിൽ നനവ് ആവശ്യത്തിനുണ്ടെന്നുള്ളതാണ്. പുട്ട് നനച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിരുന്നാൽ മാവ് വളരെ സോഫ്റ്റ് ആകുന്നതായിരിക്കും. നിങ്ങൾക്ക് പുട്ടിൻ്റെ കൂടെ പഴവും ഷുഗറും ഒക്കെ ചേർത്ത് കഴിക്കുന്നതാണോ അതോ കറി ചേർത്ത് കഴിക്കുന്നതാണോ ഇഷ്ടമെന്നൊന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. പുട്ടുപൊടി നനച്ചതിന് ശേഷം ഇത് നമ്മളൊന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ എല്ലായിടവും ഈർപ്പം ഒരുപോലെ കെട്ടി പൊടി നല്ലതുപോലെ സോഫ്റ്റ് ആകും. ആ നേരം കൊണ്ട് നമുക്ക് 1-2 ജോലികൾ ചെയ്യാനുണ്ട്. തേങ്ങ ഒന്ന് തിരുമ്മിയെടുക്കണം, പഴുത്ത ചക്കച്ചുള അരിഞ്ഞെടുത്ത് മാറ്റി വെക്കണം. ഞാനിവിടെ തേങ്ങയും ചക്ക അരിഞ്ഞതും പുട്ടിൻ്റെ പൊടിയും വേറെ വേറെയാണ് പിന്നെ പുട്ടിൻ്റെ മോൾഡിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങയും അരിഞ്ഞ ചക്കച്ചുളയും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തതിന് ശേഷം പുട്ടിൻ്റെ മുകളിലേക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ പിന്നെ ഈ ചക്ക ചുളയെല്ലാം കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി പുട്ടിൻ്റെ പൊടിയിൽ കൂടെ വെള്ളം ചേർക്കുന്നത്, അപ്പം വെള്ളം കുറച്ച് ചേർത്തിട്ട് ഇതും കൂടെ ചേർത്ത് പൊടി നനച്ചെടുക്കാവുന്നതാണ്. പുട്ടുകുറ്റിയിൽ ചില്ലിട്ട് തേങ്ങയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുളയിട്ട് അതിനുശേഷം നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിട്ട് അടച്ച് ആവി കയറ്റി എടുക്കാവുന്നതാണ്. നിങ്ങൾ ഇത് നനച്ചിട്ട് ആദ്യം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുറക്കുമ്പോൾ വീണ്ടും ഒന്ന് ചിലപ്പം ഡ്രൈ ആയിരിക്കും. കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യേണ്ടി വരും. എൻ്റെ നീളമുള്ള പുട്ടുകുറ്റി ഏതാണ്ട് യൂസ്ലെസ് ആയ മട്ടാണ് കേട്ടോ. സ്റ്റീം അങ്ങോട്ട് ശരിക്കും വരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം ചിരട്ട പുട്ടുകുറ്റി എടുത്തത്. നീളമുള്ള പുട്ടുകുറ്റിയിൽ ഇങ്ങനെ ലെയറായിട്ടൊക്കെ ഇട്ട് പുട്ടുണ്ടാക്കുമ്പോൾ അത് നമുക്ക് തള്ളിയെടുക്കുമ്പോഴത്തേനും അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ. എല്ലാ ഫില്ലിങ്സും വെച്ചതിന് ശേഷം പുട്ടുകുറ്റി അടച്ച് വെച്ച് സ്റ്റൗവിൽ വെള്ളം തിളച്ച് കൊണ്ടിരിക്കുന്ന പുട്ടുകൂടത്തിലേക്ക് വെച്ച് കൊടുക്കാം. 1-2 മിനിറ്റ് ആവി വന്നുള്ളൂ കേട്ടോ. അപ്പോൾ പുട്ട് റെഡിയായിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം എടുത്ത് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി മാവ് നമ്മൾ ഒരു പാത്രം കൊണ്ട് അടച്ച് വെക്കണം. ഇല്ലെങ്കിൽ അടുത്ത ട്രിപ്പിലേക്ക് വീണ്ടും അത് ഡ്രൈ ആവും, വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും, മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ചക്കപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുട്ട് റെഡിയാക്കാം കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്താൽ വീണ്ടും നിങ്ങൾ ഉണ്ടാക്കും, അതെനിക്ക് ഉറപ്പാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, റിസൾട്ട് ആണെങ്കിൽ സൂപ്പർ. ബിഗിനേഴ്സിന് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ള ചക്കപ്പുട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഫില്ലിങ്സ് വെച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ പ്ലെയിൻ പുട്ട് നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കില്ല. പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പപ്പടമൊക്കെ ചേർത്ത് കഴിക്കാം കേട്ടോ. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ അതിനും മറക്കരുത് കേട്ടോ. സീന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in the next video. Bye bye.